ആദ്യത്തെ സ്വീകരണ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ആദ്യം സ്വീകരിക്കുന്നത് ഒന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനോടൊപ്പം സരിന്റെ പ്രിയപ്പെട്ട സൗമ്യ, ഡോക്ടർ സൗമ്യ. ഹായ് ഡോക്ടർ സൗമ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ഷൻ ബസ്സിലേക്ക് കയറാൻ പോവാണ്. എല്ലാവരും ഉണ്ട്, എഡിറ്റോറിയൽ ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തേക്ക് സരിനെ സ്വന്തമാക്കുകയാണ് സൗമ്യ. ഓക്കെ, അതെ അതെ, പിന്നാലെ വന്നാൽ മതി. റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. പ്ലീസ് കയറിയട്ടെ. Okay, please come. Okay. Okay. So, thank you, sir. Thank you. So, yes. ഇവിടെ ഇരിക്കാം. So, റിപ്പോർട്ടറിന്റെ ഇലക്ഷൻ ബസ്സിൽ നമുക്കൊപ്പം ആദ്യ അതിഥികൾ ഡോക്ടർ പി സരിൻ ആൻഡ് ഡോക്ടർ സൗമ്യ സരിൻ. Right. Yes. Okay. താങ്ക് യു. സോ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാലമുണ്ട് ഇവരുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവർ വിദ്യാർത്ഥികളായിരുന്ന കാലം. ആ കാലത്ത് ഒരുപാട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പക്ഷേ ഒരു ടൂർ ഫീൽഡിലുള്ളൊരു യാത്ര ആദ്യമായിരിക്കും അല്ലേ? 21 വർഷം പുറകേക്ക് പോവാണ് അവര്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ സൗമ്യ പരിഹാരത്തായിരുന്നു. ഞാൻ പഠിച്ച് ഇറങ്ങിയപ്പോഴാണ് സൗമ്യ കോഴിക്കോട് PG വിദ്യാർത്ഥിനിയായിട്ട് വരുന്നത്. ഒരേ കോളേജ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതേസമയം പരിഹാരത്തുണ്ടാവാറുണ്ട്. എനിക്കൊരു TVS വിക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തിട്ട് വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ പോവും, പരിഹാരത്തേക്ക് പോവാ. പറ്റുവാണെങ്കിൽ കാണുന്നിട്ട് അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിൽക്കും. ശനിയാഴ്ച കാണാനോ ഞായറാഴ്ച കാണാനോ ഒക്കെ ആയിട്ട് യാത്രകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ സൗമ്യ ഇതിനു വേണ്ടി മാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് സൗമ്യ വരുന്നത്. സൗമ്യ വരാനുള്ള കാരണം ഇവിടെയുള്ള പുകിലുകളായിരുന്നു. എന്നാലും സൗമ്യ ഷാർജയിൽ നിന്ന് സരിനൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുകയാണ്. സൗമ്യ, ഈ ഒരു ഫീൽ എങ്ങനെയാണ്? അത്ര നല്ല ഫീലൊന്നുമല്ല. കാരണം 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ണി സാറിനെ അവിടുന്ന് ഷാർജ ബുക്ക് ഫെസ്റ്റിൽ നിന്ന് കണ്ട് വളരെ മനസമാധാനമായി അവിടെ ഒരു ബുക്ക് സ്റ്റോളിൽ ഇരുന്നിട്ട് സൈൻ ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. നെക്സ്റ്റ് ഡേ രാവിലെ നോക്കുമ്പോൾ ഇവിടെ വന്ന് വാർത്താ സമ്മേളനം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. പക്ഷേ 2-3 ദിവസം മുന്നേ വരേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പ്രചാരണത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം 2 രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു മോളുണ്ട്. അപ്പോൾ മോൾ അവിടെ എൻ്റെ കൂടെ ഷാർജയിലാണ്. അവൾ അവിടെ പഠിക്കുന്നുണ്ട്. അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് എൻ്റെ ജോലിയുണ്ട്. ഇതുപോലെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ബുക്ക് റിലീസുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് ഇതൊക്കെ നമ്മളിവിടെ താമസിക്കുന്ന പോലെയല്ല, വേറൊരു രാജ്യത്താവുമ്പോൾ നമുക്ക് എല്ലാത്തിനും തോന്നിയ പോലെ ലീവെടുത്ത് വരാനോ കാര്യങ്ങളോ നടക്കില്ല. പിന്നെ എൻ്റെ മോളുടെ കാര്യങ്ങൾ. അപ്പോൾ സരിൻ കഴിഞ്ഞ 8-9 വർഷമായിട്ട് സരിൻ ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് മുതൽ ഫാമിലിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. ക്യാമ്പയിൻ ഇവിടെ സരിൻ നോക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്നാലും കൊട്ടിക്കലാശത്തിന് എത്തിയല്ലോ. പിന്നെ സരിൻ പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും സരിൻ എനിക്ക് സരിനാണ്. 21 വർഷമായിട്ട് എനിക്കറിയുന്ന വ്യക്തിയിൽ ഒരു വ്യത്യാസവും ഇത്രകാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സരിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ സരിൻ ഒരു പാർട്ടി പ്രവർത്തകനും അല്ല, കോൺഗ്രസും അല്ല, LDFും അല്ല, അങ്ങനത്തെ യാതൊരു ബാനറിലും അല്ല ഞാൻ സരിനെ പരിചയപ്പെട്ടത്. ഇപ്പോഴും എന്നെ സംബന്ധിച്ച് സരിന് അങ്ങനത്തെ ബാനറുകളില്ല. അതേ സരിൻ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല, അതേ വ്യക്തി തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ ആലോചനകളിൽ ഒരു കൂടിയാലോചന നടത്തില്ലേ? ഇങ്ങനെയൊക്കെ ഞാൻ ഒരു മാറ്റം ആലോചിക്കുന്നു, സൗമ്യയുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കില്ലേ? ഞങ്ങളുടെ ജീവിതത്തിലെ 2 കാര്യങ്ങളുണ്ട്. അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളുടെ മോളുടെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ 2 പേരും സോഷ്യലി വളരെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന 2 പേരാണ്. സരിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൊതുപ്രവർത്തനം, രാഷ്ട്രീയമാണ്. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. അവിടെയുള്ള തീരുമാനങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിക്കപ്പുറം കൈകടത്താറില്ല, അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യാറില്ല, ഫോഴ്സ് ചെയ്യാറില്ല ഒരാളെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ എൻ്റെ ഡോക്ടർ ജോലിയിൽ സരിൻ ഒരു പരിധിക്കപ്പുറം ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാവും. അത് പറഞ്ഞ പോലെ തന്നെയാണ് സരിൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷേ ഫൈനലായിട്ടുള്ള തീരുമാനം, ഞാൻ പറയുന്നത് ഏതൊരു വ്യക്തി ഒരു തീരുമാനം എടുക്കുമ്പോഴും ഈ ഒരു തീരുമാനം എളുപ്പത്തിലുള്ളൊരു തീരുമാനം അല്ലല്ലോ. അപ്പോൾ അങ്ങനൊരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു സിമ്പിളായിട്ടുള്ള കാര്യത്തിന് ഒരാളും ഇങ്ങനത്തെ തീരുമാനം എടുക്കില്ല. ആ കാരണങ്ങളെ സരിനെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മാനിക്കുന്നു, അതിനെ പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുന്നു. നോക്കൂ സാറിനെ, ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു 2016-ലാണെങ്കിലും 2021-ലാണെങ്കിലും ആ 2 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം 3-ാം സ്ഥാനത്താണല്ലോ ഈ പറയുന്ന മണ്ഡലത്തിൽ. ആ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ 1-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണല്ലോ സരിനിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് സരിനിലേക്ക് വരണം. ഇടതുപക്ഷത്തിന്റെ വോട്ട് പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടും എന്നുറപ്പായാൽ കോൺഗ്രസിൽ നിന്നാണ് പിന്നെ ഈ വിജയിപ്പിക്കേണ്ട വോട്ട് വരേണ്ടത്. അതിനൊരു സാധ്യതയുണ്ടോ? ഞാൻ ഉണ്ണിയേട്ടനോട് ഒരു പേഴ്സണൽ കണക്ട് ചെയ്യാനുള്ള ഒരു കാര്യം പറയാണ്.
കഴിഞ്ഞ ജൂൺ 4 ശേഷം ഉണ്ണിയേട്ടൻ ഒരാൾ APCC പ്രസിഡന്റിന്റെ ഫോൺ കൈമാറി. അതെ, ഓർമ്മയുണ്ടാവും. ഉണ്ട്. സരിനാണ് എന്നെ വിളിക്കുന്നത്. ഒരു കാരണമുണ്ട്, ഉണ്ണിയേട്ടൻ അറിയാം. 1.5 മാസത്തോളം ഈ മനുഷ്യൻ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് നിങ്ങളുടെ എഡിറ്റോറിയൽ ഡിസ്കഷനിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു പത്രപ്രവർത്തകൻ, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ KPC പ്രസിഡന്റിനോട് പറഞ്ഞു, ഉണ്ണിയേട്ടനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് ഞാൻ വിളിച്ചു കൊടുത്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണ്, അതിൻ്റെ ഉത്തരത്തിലേക്ക്. 2016 ഞാൻ ജോലി രാജിവെച്ച് പൊതുപ്രവർത്തനം തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ വന്നത് ഏറ്റവും എളുപ്പം നടക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തെടുക്കാൻ, അവനവൻ്റെ പങ്ക് നിർവഹിക്കാൻ തന്നെയാണ്. കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ്, ഇന്ത്യയിൽ 2 വർഷമായി BJP അവരുടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം, ആ സമയത്ത് ഇടതിലേക്കോ BJPയിലേക്കോ പോവുക എന്നുള്ള എളുപ്പത്തിലുള്ള ഓപ്ഷനുകൾ മുന്നിലിരിക്കുമ്പോൾ ഒരു തീരുമാനം, ഒരു കൺവിക്ഷൻ്റെ പുറത്തെടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അന്ന് ഞാനെടുത്ത തീരുമാനങ്ങൾ എവിടെയെങ്കിലും പാരച്യൂട്ട് ചെയ്തിട്ട് നമ്മളെ കെട്ടിയിറക്കി അങ്ങനെ കൊണ്ടുവരണം എന്നല്ല. ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്കിംഗ് എന്നുള്ള വാക്ക് ഈ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളെ എൻഗേജ് ചെയ്യുക, ഒപ്പീനിയൻ ഫോം ചെയ്യുക, കൂടെ നിർത്തുക. പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നവ ഒരു പാർട്ടിയിൽ ജനാധിപത്യ ബോധത്തിൽ നിന്ന് ജനങ്ങൾ ചിന്തിച്ചു വോട്ട് ചെയ്യും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ചയാക്കാമെന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായതിനു ശേഷം. അതിൽ 2ലും വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിപൂർണ ബോധ്യത്തിൽ ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 4 ആഴ്ച കൊണ്ട് ജനങ്ങൾ ഇവിടെ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത്, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്കാണ്. അവിടെ മുൻപുണ്ടായിരുന്ന സ്ഥാനം നമ്മുടെ ചർച്ചകളിൽ മാത്രമാണ് വിലപ്പോകുന്നത്. ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം ഒന്നാമതായി കഴിഞ്ഞ ഒരു LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. വട്ടിയൂർക്കാവ് ആവർത്തിക്കുമോ? വട്ടിയൂർക്കാവിന്റെ രീതിയിലല്ല ആവർത്തിക്കുക. പാലക്കാട് ഒരു പുതിയ മോഡൽ നമ്മുടെ മുമ്പിലേക്ക് തരും. ഏകപക്ഷീയമായ വിജയം LDFന് പാലക്കാട് ഉണ്ടാകും. സരിൻ വന്ന ശേഷം ഇപ്പോൾ ഈ പറഞ്ഞതുമാതിരി ഇതുവരെ 3-ാം സ്ഥാനത്താണെങ്കിലും സരിൻ വന്ന ശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നും സരിൻ പറയുന്നത് തിരിച്ചു പറയുന്നതും ഇത് തന്നെയാണല്ലോ വാർത്തയായി വരുന്നത്. പക്ഷേ LDFന് വെച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ടല്ലോ, BJP കോൺഗ്രസ് ഡീൽ എന്നൊരു ആരോപണം. അപ്പോൾ ഈ സന്ദീപ് വന്നതോടുകൂടി ആ ഡീൽ എന്ന ആരോപണം അവിടെ പൊളിയുകയാണോ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, സന്ദീപ് ഇനി വരുമ്പോൾ സന്ദീപിന് ഇനി സീറ്റ് കൊടുക്കാൻ പോകുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. സരിന് മത്സരിച്ച സീറ്റ് കിട്ടാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. അതിനോടുള്ള പ്രതികരണം? ഞാനതിന് നേരിട്ട് പ്രതികരിക്കാൻ ഒന്നാമത് ആഗ്രഹിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ 3-4 ദിവസങ്ങൾക്ക് മുന്നേ നടക്കുന്ന നാടകങ്ങൾ കൊണ്ട് പാലക്കാടൻ വോട്ടർമാരുടെ മനസ്സ് മാറ്റാമെന്ന് പറവൂരുകാരന് പറഞ്ഞു കൊടുത്തത് ആരാന്ന് എനിക്കറിയില്ല. ആ പറച്ചിലിൽ, അത് കേട്ടതിൽ, അത് നടപ്പിലാക്കിയതിൽ ഒക്കെ ചെറിയ അബദ്ധം സംഭവിച്ചു എന്ന് 23-ാം തീയതി മനസ്സിലാകും. ഒരു ജനവിധിയെയും അട്ടിമറിക്കാൻ ജനാധിപത്യ ബോധമുള്ള കേരളത്തിൽ സാധിക്കില്ല. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു, സമയങ്ങളുണ്ടായിരുന്നു, ഒക്കെ ചെയ്യാമായിരുന്നു. സന്ദീപ് എത്രയോ കാലമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ്, ജനങ്ങളുടെ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ടൈമിംഗ് കൊണ്ട് സാധിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ പാലക്കാടൻ ജനതയുടെ തീരുമാനത്തെ ആ ടൈമിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഇത് രാജിവെച്ചപ്പോൾ, ഇവിടുത്തെ MLA ഇത് രാജിവെച്ചപ്പോഴത്തെ ടൈമിംഗാണ്. വെറും 3000 വോട്ടിന് ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനം പുല്ലുപോലെ കളഞ്ഞ് വിലയേറിയ വോട്ടുകൾ കൊണ്ട് വിജയിച്ച് കയറിയ ഒരാൾക്ക് ജനങ്ങൾക്ക് വിലയില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ജനങ്ങൾ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇതുപോലെയൊക്കെ നടത്തിയെടുത്ത് അത് വോട്ടായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. CPM സ്വാഗതം ചെയ്തിരുന്നു സന്ദീപിന്. ഞാൻ അറിയുന്ന വിഷയങ്ങളല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിലാണ്. പരാമർശങ്ങൾ വ്യക്തിപരമായി ഉണ്ടാവാം, അതൊരു പാർട്ടി എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എന്തായാലും മുൻകാല അനുഭവങ്ങളും മുൻകാല പ്രസ്താവനകളും മുൻകാല പ്രവർത്തന രീതിയുമൊക്കെ അറിയുന്ന ഒരാളാണ് സന്ദീപ്, CPMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിലൊക്കെ ഏറ്റുപറച്ചിലുകൾ നടത്താതെ, അല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി പറയാതെ ഒന്നും ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് വരിക അത്ര എളുപ്പമായിരിക്കില്ല. എളുപ്പത്തിൽ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരിടമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയതിനെ ഞാൻ എന്താ പറയുക. ഈ ഷാഫി പറമ്പിലിന്റെ വിജയം പാലക്കാട് മണ്ഡലത്തിലെ മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷൻ മൂലമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ കൺസോളിഡേഷൻ ഉണ്ടാവുന്നത് സന്ദീപിന്റെ വരവ് തടയും. ലീഗും SDP-യും ജമാഅത്തെയും പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ പോലും അണികളിലൊരു വിശ്വാസമുണ്ടാക്കും. ഏറ്റവും രസകരമായ കാര്യം, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഒരുപാട് പള്ളികളിലേക്ക്, 2 പള്ളികളിലേക്കും ഓടിയെത്താനുള്ള സമയം നോക്കിയാൽ നമ്മളെത്താം. അവിടെ SDP-യുടെ പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്യായിരുന്നു.
കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി പറയുന്ന ലഘുലേഖ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. ആ ലഘുലേഖ വിതരണം ചെയ്ത പ്രവർത്തകരോട് കൈകുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾ പശ്ചാത്തപിക്കും. നിങ്ങൾക്ക് അന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ ഈ ജനാധിപത്യ ഇന്ത്യയിൽ അവസരമുണ്ടാകണമെങ്കിൽ അന്നും ഇടതുപക്ഷം വേണം. ഒരു ദിവസം തികഞ്ഞില്ല, ഒരു ദിവസം 24 മണിക്കൂർ തികഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ മതേതര ബോധമുള്ളവർ, അതിലേക്ക് SDPയെ ചേർത്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ്. മതേതര ബോധമുള്ള ഏതൊരു ന്യൂനപക്ഷ വോട്ടർക്കും ഏതൊരു വിശ്വാസിക്കും ചിലതൊന്നും പുറത്തു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റാത്തത് ആളുകളെ സ്വീകരിച്ചതിലൂടെ പാണക്കാട്ടേക്ക് പോയതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിനെ വില കുറച്ച് കാണാൻ എനിക്ക് തോന്നുന്നു. പാണക്കാട് കുടുംബത്തെയാണ് വില കുറയ്ക്കുന്നത് ഇതിലൂടെ. പാണക്കാട് കുടുംബത്തിന് കേരളത്തിന്റെ മതേതര ബോധത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനത്തെ ഇങ്ങനത്തെ കെട്ടിയാടലുകൾക്ക് വേണ്ടി വിധേയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ തങ്ങൾ കുടുംബങ്ങളുണ്ട്, മനസ്സറിഞ്ഞായിരിക്കണമെന്നില്ല ഇത് സ്വീകരിക്കുന്നത്. ആ ഖബറിൽ അന്തി ഉറങ്ങുന്നവരുണ്ട് പാണക്കാട്ടെ. അവർ, ഞാനത് എങ്ങനെയാ വൈകാരികമായി പറയാന്ന് പോലും എനിക്കറിയില്ല. അത് ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ്. ആശയക്കുഴപ്പമല്ല, ഏകപക്ഷീയമായി ഒരു കാരണം കൂടി കിട്ടിയിരിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് സന്ദീപിനെ കൂട്ടി. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ബ്ലൂപ്പർ. ഐ വിൽ നോട്ട് കോൾ ഇറ്റ് എ ബ്ലണ്ടർ, ഇറ്റ്സ് എ ബ്ലൂപ്പർ. അല്ല, അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഇപ്പോൾ അല്പം മുമ്പ് സരിൻ പറഞ്ഞല്ലോ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ സംഭവിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന്. അത്തരം നാടകങ്ങൾ കൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയം ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ പോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണോ? താങ്കൾ അത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അഭിമുഖീകരിക്കുന്നുണ്ടോ ആ പ്രശ്നം? ഉണ്ണിയേട്ടൻ ചോദ്യം റെലവെന്റ് ആണ്. ഞാൻ കൺവേ ചെയ്യാൻ ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ഇവിടെ ഒപ്പിയെടുത്ത ഒരുപാട് റിപ്പോർട്ടർമാരുണ്ടല്ലോ ഇവിടെ. ഞാൻ ആളുകളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വാക്കാണ്, ചെയ്യും എന്നുള്ള 2 അക്ഷരത്തിലുള്ള കുഞ്ഞു വാക്ക്. ചെയ്ത് കാണിക്കാനും ചെയ്തു തീർക്കാനുമുള്ള ഒരാളായി ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കണം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ 13.5 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയതൊക്കെ ചെയ്യാൻ ഒരു 1.5 കൊല്ലത്തെ മാൻഡേറ്റ് ആണ് ചോദിച്ചത്. പക്ഷെ ചർച്ചകൾ പ്രത്യേകിച്ച് ടെലിവിഷൻ ഫ്ലോറുകളിൽ ഇരുന്നും അല്ലാതെയും ഒക്കെ നടക്കുമ്പോൾ വിലയിരുത്തലുകൾ നടക്കുക മറ്റ് സംഭവവികാസങ്ങളുടെ പുറത്തായതുകൊണ്ട് നിർഭാഗ്യവശാൽ അത് ജനങ്ങളിലേക്ക് എത്തിയോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിയത്. സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം. സരിൻ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. സരിനെ കാത്ത് റെഡ് വോളണ്ടിയേഴ്സ് നിൽക്കുകയാണ്. നമ്മുടെ ചിഹ്നം ഇവിടെ ഉണ്ട്. ഡോക്ടറെ കഴുത്തുള്ള കുഴയെന്നാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്, പക്ഷേ അതിന്റെ ആംഗലേയ പദപ്രയോഗമാണ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. സരിൻ ശ്രീജ പറഞ്ഞറിയാം. അകത്തേക്കല്ലേ വരിക? അവിടെ ഈ വളണ്ടിയർമാരെ വെള്ള ഷർട്ടും ചുവന്ന നൂറുകണക്കിന് ആളുകൾ. അങ്ങനെ സരിൻ ജനസാഗരത്തിൽ അലിയാൻ വേണ്ടി പോയിരിക്കുന്നു.